മാത്രം വന്നിരിക്കുന്നു. ഇത് എഡിറ്റ് ചെയ്യാതെ ഇടണം. വേറെ ഒരു നടനക്ക് വേണ്ടി ഞാൻ വന്നിട്ടില്ല. ഒരുത്തം പേര് ഞാൻ പറയില്ല. പക്ഷേ നല്ല മനുഷ്യന്മാരുണ്ട്, ഇല്ലെന്നും പറയില്ല. മനോജ് വിജയൻ ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ നിന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഷൂട്ടിംഗ് പോയി, നാദശിക, ബക്രു ചേട്ടൻ, പൃഥ്വിരാജ്, മോഹൻലാൽ, മമ്മൂട്ടി, വലിയ വലിയ ആളുകൾക്ക് വലുപ്പം എന്ന് പറയുന്നത് മാർക്കറ്റിലല്ല, മനസ്സിലുള്ളത്. ഇപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്യുന്ന തെറ്റെന്താണെന്നറിയോ? എന്നെ പോലും വിശ്വസിക്കരുത്. ചുമ്മാ ക്യാമറ മുன்னாடி വന്നിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പക്ഷെ പാവംപാ, ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരുന്ന ഇവൻ ഫ്രോഡുപാ. തെറ്റിദ്ധരിക്കരുത്. അവൻ്റെ കഷ്ടം അവനുക്ക്. അതാണ് சொல்கிறேன். മൈ കമ്മിറ്റ്മെൻറ്റ് ഈസ് ഓൺലി വിത്ത് ഗാഡ്. മനുഷ്യന്മാരോട് ഇല്ല. സിനിമ ഇൻഡസ്ട്രി കുറച്ച് മാറണം. മലയാളം സിനിമ ഇൻഡസ്ട്രി മാറണം, മാറ്റിയെടുക്കണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറിക്കരയ്ക്കും കറിയ ചേട്ടൻ നീട്ടി തുപ്പും നാണി താങ്ങി നെച്ചോർ വെക്കും നസേടുമ അച്ചുക്കുട്ടൻ തത്തക്കുഞ്ഞി. ചീട്ട് എടുത്തിട്ട് ഓക്കെ, റെഡി? ഈ പാർവതിയെ കണ്ടപ്പോ എന്താ ചോദ്യം ചോദിച്ചോ? ഇതെന്താ അല്ല ചോദിച്ചോ? അല്ല ചോദിച്ചോനെ, എന്താ ചോദിക്കുന്നത്? അല്ല, ഇപ്പൊ ട്രോൾസും അല്ലെങ്കിൽ ചേട്ടന്റെ കുറെ വീഡിയോസ് എല്ലാം വരില്ലേ, അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റ്സുകളൊക്കെ ചേട്ടൻ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഉണ്ട്, എല്ലാം വായിക്കും. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ വായിക്കും. എനിക്ക് നെഗറ്റീവായിട്ട് എതുമേ തോന്നിയിട്ടില്ല. ഇല്ല. എനിക്ക് 99% എന്നെ മലയാളികൾ സ്നേഹിച്ചത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ വെറുതെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട്, ഉണ്ടാവില്ലേ? അതെ. ദൈവം എങ്ങനെയാണ് കാണിച്ചത്? അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? പെട്ടെന്ന് പറ. 6. ഓക്കെ, ക്യാമറ ഇതിൽ ഫോക്കസ് പണ്ണ ചെയ്യാൻ പാടില്ല. ഒരു മെന്റലിസം കഴിഞ്ഞു എന്റെ ക്ഷീണം എന്തോരം മാറിയിട്ടില്ല. ഫോക്കസ് ചെയ്യുന്നില്ല ബാലചേട്ടാ. இந்த மாதிரி துரோகம் பண்ணக்கூடாது. எல்லாரும் ஆல்ரெடி துரோகம் பண்ணிட்டாங்க. കാടോ മാക്സിമം துரோகம் കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗെയിം കളിക്കാൻ പോവാണോ? മാജിക്കോ? ഒന്നുമില്ല, വായ മൂടിയിട്ട് ഇരുങ്ങടാ. മുട്ടപ്പ ചേട്ടൻ ഇത് വെച്ചതുകൊണ്ട് എന്നെ നോക്കാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മതി, അതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടോ നമുക്ക് നോക്കാം. എലിമിനേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ചു, തൊടുന്നില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ പറഞ്ഞു? 6. 1 to 10 കാർഡുണ്ട്. എവിടെയോ ഞാൻ നോക്കി വച്ചിരിക്കുകയാണ് 6. 6 എന്ന് പറയുന്ന കാർഡ് ഞാൻ നോക്കി വച്ചിരിക്കുന്നു. നിന്റെ മനസ്സ് കണ്ണടച്ചിട്ട് ഒരു സെക്കൻഡ് കണ്ണടക്കി. 1 to 10 ഉള്ളിൽ 6 എവിടെ ആയിരിക്കും? ഒന്ന് നോക്ക്. എന്നോട് പറ. എനിക്ക് മനസ്സിലായില്ല ചേട്ടൻ പറഞ്ഞത്. 1 to 10 കാർഡ് അതിൽ നോക്കി 10 കാർഡ് വെച്ചിരിക്കുന്നു. ഇത് എടുക്കല്ലേ? ഇല്ല. ഓക്കേ, അതില് നിനക്ക് ഇഷ്ടപ്പെട്ട 6 ഇല്ലേ? അതില് ഞാൻ വെച്ചിട്ടുണ്ട്. 1 to 10 ഉള്ളിൽ എവിടെ 6 ഇരിക്കും എന്ന് പറ. ഇത് ഷഫിൾ ചെയ്ത് വെച്ചേക്കാണോ? ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കേ, 3. നീ എട്. 1 2 3 എട്. 6. അതെങ്ങനെയാ?
ഞാൻ തൊട്ടിട്ടേ ഇല്ലല്ലോ. ഇതെല്ലാം ഞാൻ എവിടെ എല്ലാം ആരാ എല്ലാം വേറെ വേറെ കാണിച്ചു. ഒന്നും കൂടെ കാണിക്കാൻ പറ്റില്ല. ഉനക്ക് ഇത് മനസ്സിലാക്കാനേ 10 വർഷം എടുക്കും. സൂപ്പറാ. നീ ഇഷ്ടപ്പെട്ട കാട്, നീ ഇഷ്ടപ്പെട്ട സ്ഥലം, അതിൽ എത്തി. എങ്ങനത്? അപ്പൊ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെ? പെർഫെക്റ്റ് അല്ലേ? പാർവതി, ഒരു കാര്യം പറയാന്, ഞാൻ കാട് അവിടെ വെച്ചതാണ്. ഞാൻ ഈ കസേരയിലിരിക്കുന്നത്. നിനക്ക് മനസ്സിലായും, കാണുന്ന ഓഡിയൻസിന് മനസ്സിലാവും. നീയാണ് പറഞ്ഞത് 6 ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ ആയിരിക്കും ഞാൻ ചോദിച്ചു. നീ പറഞ്ഞു 3 പറഞ്ഞു. 3ാമത്തെ കാറിൽ 6 ഉണ്ടായിരുന്നു. ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ എവിടെയായിരുന്നു? ഇങ്ങ ദൈവം இருக்குமா? ഇങ്ങ ദൈവം இருக்கு. നീ 3 പറയുന്ന എനിക്കറിയാം. എങ്ങനെ ഇത് സാധ്യത? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? കാലിനെ പ്രഷർ എടുത്ത് ചോദിക്കാം, എങ്ങനെ ഇത് പറ്റും? സൂപ്പർ. ഇപ്പോഴും ഇവൾക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? പിന്നെ അവരെല്ലാരും ക്ലാപ്പ് അടിച്ചു. അല്ലാതെ ഞാൻ 3 പറയുന്നത് എങ്ങനെയാ ചേട്ടന് അറിയാ? എനിക്കറിയാം നീ അത് പറയുന്നത്. മനസ്സിലായി ശരിക്കും. നീ കൂടുതൽ സംസാരിച്ചാൽ എന്റെ ഫസ്റ്റ് ലവറുടെ പേരൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഇവരൊക്കെ വെറുതെ ചിരിക്കും. ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ചിരിച്ചാ പറയേ. അന്യഭാഷാ നടനായിട്ടാണ് നമ്മുടെ മലയാളത്തിലേക്ക് വന്നതെങ്കിലും നടൻ ബാലയോട് എന്നും നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ബാലയും അമൃതയും ഒന്നായപ്പോൾ ആ ഇഷ്ടം കൂടി. എന്നാൽ വൈകാതെ ഇരുവരും രണ്ടാവുകയും ചെയ്തു. ഇരുവരുടെയും വിവാഹമോചന വാർത്ത ഈയിടെ വരെ വലിയ പൊല്ലാപ്പുകളും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തു. അതിനുശേഷം അതും പോയി. പിന്നീട് ഇപ്പോൾ കോകിലയാണ് ബാലയുടെ ഭാര്യ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ബാല എന്നൊരു മനുഷ്യനെ പറ്റി ആരും കുറ്റം പറയില്ല എന്നുള്ളതാണ്. അമൃതയുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്ന സമയത്ത് ബാലയെ പറ്റി നിരവധി വിമർശനങ്ങൾ ഉണ്ടായി. ബാലയ്ക്ക് ഈഗോയാണെന്നും ബാല ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് ബാല 4ാം വിവാഹമാണ് കോകിലെ കഴിച്ചത് എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ടായിരുന്നു. ലീഗലി കഴിച്ച 2 വിവാഹങ്ങളേ ഉള്ളൂ. ഒന്ന് അമൃതയും, 2ാമത്തത് കോകിലയും. ചന്ദന എന്ന പെൺകുട്ടി ബാലയുടെ ആദ്യ പ്രണയമായിരുന്നു എന്ന് ബാല പിന്നീട് സംസാരിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ബാലയെ ആദ്യം വിവാഹം ചെയ്തത് ചന്ദനയാണെന്നും തന്നെ 2ാമത് കെട്ടിയതാണെന്നും അമൃത പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാലയുടെ മുമ്പത്തെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് വൈറലാകുന്നത്. ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ. ഇന്റർവ്യൂവിനിടയ്ക്ക് ബാല മാജിക് കാണിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ കുറ്റം പറഞ്ഞാലും ബാല ഒരു നല്ല മനുഷ്യനാണെന്നാണ് വീഡിയോ കാണുന്ന ആരാധകർ പറയുന്നത്.